സമുദായത്തിൽ നടക്കുന്ന ഖബറിന്റെ അടുത്തുള്ള എല്ലാ സംഗതികളും മഹാത്മാക്കളോട് സങ്കടം പറയുന്ന നമ്മുടെ ഇസ്തിഗ്ഫാറും ഇസ്തിഗാസയും ഒക്കെ ഈ സമുദായ ഷിയാക്കളിൽ നിന്ന് പകർത്തതാണ് എന്നാണ് ഇപ്പൊ പുതിയതായിട്ട് കാച്ചുണ്ട്. ഇത് പുതിയതാ, ഷിയാക്കളിൽ നിന്ന് പകർത്തത്. ഇപ്പൊ ഇത് മനുഷ്യന്മാരെ പറ്റിക്കാൻ ഷിയാക്കളിൽ നിന്ന് പകർത്തെടുത്തതാണ്. ഈ ഷിയാക്കൾ എന്ന് പറയുന്നവരുണ്ടായിട്ട് എത്ര കാലമായിടോ? ഷിയാക്കൾ എത്ര കാലമായി ഉണ്ടായിട്ട്? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായവരല്ലേ ഷിയാക്കൾ. അലിയാരുടെ പുത്രൻ അഷ്റഫുൽ ഖൽഖിന്റെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലുമ്പോൾ പോലും ഷിയാക്കളില്ലേ? അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ കൂഫയിലെ ഖസ്റുൽ ഇമാറയിൽ എവിടെയാണെന്നറിയപ്പെടാതെ ഖബറടക്കപ്പെട്ടതു തന്നെ ഷിയാക്കൾ അവിടുത്തെ ശരീരം മാന്തിയെടുക്കുമെന്ന് പേടിച്ചിട്ടല്ലേ? അത്രമേൽ സമുദായത്തിൽ പേടിക്കപ്പെട്ട അലിയാരുടെ കാലത്തുള്ള ഷിയാക്കൾ. ഏതാ കാലം? ഹിജറയുടെ ആദ്യത്തെ 30 വർഷത്തിന്റെ മുമ്പാ അലി റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഖിലാഫത്ത്. അലിയാർ വഫാത്താകുന്ന കാലത്ത് നബിയുടെ ഖിലാഫത്തിന്റെ 30 വർഷം കഴിഞ്ഞിട്ടില്ല. അക്കാലത്ത് തന്നെയുള്ള ഷിയാക്കൾ അവരുടെ കാലത്തെ ഉള്ള ആചാരമാണ് ഇതെങ്കിൽ ഹുസൈൻ എന്നവരുടെ ഖബറിങ്കലും മഹാത്മാക്കളുടെ ഖബറിങ്കലും നൂറ്റാണ്ടുകളായി അവർ നടത്തി വരുന്ന ആചാരങ്ങളുടെ പേരിലോ നമ്മുടെ സങ്കടം പറയുന്ന ഇസ്തിഗ്ഫാറിന്റെ പേരിലോ ഷിയാക്കളെ ശിർക്കെന്നാരോപിച്ച വല്ല പണ്ഡിതനും ഇബ്നു തീമിയക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ടോ? വഹാബികളുടെ ഗാങ്ങിൽ ശ്രദ്ധിക്കണം, വഹാബികൾ പ്രത്യേകം ചിന്തിക്കണം. ഇബ്നു തീമിയ വരുന്നത് ഹിജറ 8-ാം നൂറ്റാണ്ടിൽ. മരിച്ചുപോയ മഹാത്മാക്കളോട് സങ്കടപ്പെടുന്നതിന്റെ പേരിൽ, ആവലാതി പറയുന്നതിന്റെ പേരിൽ ആളുകളിൽ ശിർക്ക് വരുമെന്ന് ഒന്നാമതായി പറഞ്ഞ ആൾ ഇബ്നു തീമിയ. അതിന്റെ മുമ്പ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയണം. ഇവർ പറഞ്ഞു ഇവർക്കൊക്കെ എത്തുന്നറിയോ? അള്ളാന്റെ റസൂല് മാത്രമല്ല, കഴിഞ്ഞ കാലത്തെ മുഴുവൻ നബിമാരും മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിനെതിരെ പഠിപ്പിക്കാൻ വന്നവരാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ റസൂല് മാത്രമല്ല, നബിതങ്ങളുടെ മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരൊക്കെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്കിനെതിരെ രംഗത്ത് വന്നവരാണ്. ഒന്ന് ചോദിച്ചോട്ടെ മൗലവിമാരെ, വഹാബികളുടെ കേന്ദ്രത്തിൽ ഈ ചോദ്യം എത്തണം. മറ്റന്നാൾ വരുന്ന സാഹിബിന്റെ മുന്നിലും ഈ ചോദ്യം എത്തണം. ശ്രദ്ധിച്ച് തന്നെ മനസ്സിലാക്കണം. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നബി തങ്ങൾ ഏതെങ്കിലും മക്കത്തെ മുശ്രിക്കുകൾ ആ കാലത്ത് മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ചതായുള്ള ഒരു ഉദ്ധരണി, ഒറ്റ ഉദ്ധരണി ചരിത്രത്തിന്റെ പിൻബലത്തിൽ തെളിയിക്കാൻ വഹാബികൾക്ക് സാധിക്കുമോ? നബിന്റെ കാലത്തെ മുശ്രിക്കുകളും മരിച്ചുപോയവരോട് പ്രാർത്ഥിക്കുക, ആ ശിർക്കിനെതിരിലാണ് നബി തൗഹീദ് പഠിപ്പിച്ചത്. നബി അതിന്റെ മുമ്പത്തെ അവിടെ ഇരിക്കട്ടെ, ഞാൻ നബിന്റെ കാലത്തെ ശേഷം ചരിത്രം കിട്ടുമല്ലോ. മറ്റേത് ചിലപ്പം ബൈബിളും മറ്റൊക്കെ തരേണ്ടി വരും, കിതാബില്ല എന്നൊക്കെ പറഞ്ഞു തരും. നബിന്റെ അവിടുന്ന് ഇങ്ങോട്ട് ചരിത്രം ഉണ്ടല്ലോ. നബിന്റെ അവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യക്തമായ ചരിത്രത്തിൽ വെച്ചിട്ട് വഹാബി പറയട്ടെ, നബി തങ്ങളുടെ കാലത്ത് ഏതെങ്കിലും മക്കത്തെ മുശ്രിക്കുകൾ മരിച്ചുപോയ വല്ലവരെയും വിളിച്ചു പ്രാർത്ഥിച്ച വല്ല ശിർക്കും ഒരു ഉദ്ധരണിയും തെളിയിക്കാൻ സാധിക്കുമോ? കാണൂല. ഖബറാളികളിൽ നിന്ന് വല്ല രക്ഷയും ഗുണവും കിട്ടും എന്ന കാര്യത്തിൽ മക്കത്തെ മുശ്രിക്കുകൾക്ക് നിരാശയാണ്. ഖുർആൻ പറയാ, മക്കത്തെ മുശ്രിക്കുകൾക്ക് കാരണം എന്താ? മരിച്ചുപോയാൽ പിന്നെ മണ്ണടിഞ്ഞു പോയവരും നുരുമ്പിയ എല്ലുന്ന. യാസീൻ ഓതിക്കണോ? യാസീനിലെ അവസാനത്തെ ആയത്തിലെ അവസാനങ്ങൾ കേൾക്കൂലേ? നുരുമ്പിപ്പോയി എല്ലുകളെ ആരാണോടോ ജീവൻ നൽകുക എന്ന് ചോദിച്ചത് ഏത് മുശ്രിക്കുകളാ? എല്ല് മുരുമ്പിപ്പോയിട്ട് കബറിൽ കിടക്കുന്ന നുരുമ്പിയ എല്ല് ആരാ ജീവിപ്പിക്കുക? പുനർജന്മമോ, മഹ്ശറോ, ബഅസോ, സ്വർഗോ, നരകോ? മമതു സുമ്മ ഖബറു സുമ്മ ഹശറു ഹദീസു ഖുറാഫത്തിൻ യാ ഉമ്മ അംദി. മരിക്കും, പിന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും, അതിന്റെ മുമ്പ് ഖബറിൽ കിടക്കും, പിന്നെ സ്വർഗനരകത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നതൊക്കെ ഖുറാഫത്തിന്റെ വർത്താനാണ്, ഖുറാഫിയുടെ വർത്താനം. ഇതാരാ പറഞ്ഞത്? നമ്മളെ ഖുറാഫി എന്ന് പറയുന്ന വഹാബികളുടെ മുതുമുപ്പൻ മൂത്താപ്പമാർ അബൂജഹലും കൂട്ടരും പറഞ്ഞതായത്. ഈ അബൂജഹലും കൂട്ടരും പറഞ്ഞ ആ ഖുറാഫത്തിന്റെ ആരോപണം തന്നെ ഈ സുന്നികൾക്കെതിരെ ഇപ്പോഴും ഇവർ ഖുറാഫിയാണോ എന്ന് പറയുന്നത്. അന്നവർ ഖുറാഫത്തിന്റെ വർത്തമാനമാണ് എന്ന് പറഞ്ഞത് എന്താണ്? മരിച്ചുപോയ ശേഷമുള്ള ഉയർത്തെഴുന്നേൽപ്പും അതുപോലെയുള്ള ജീവിതവും.
ഇതില്ലാന്ന് നിഷേധിച്ച മക്കത്തെ മുശ്രിക്കുകൾ മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മുശ്രിക്കുകളായിരുന്നു എന്ന് പറയാൻ തലമണ്ടയിൽ തലച്ചോറ് കണ്ടിട്ട് ഒന്നുള്ള ആരെങ്കിലും സമ്മതിക്കുമോ? ഇതൊന്നും ഇവർക്ക് അറിയൂല, വെറുതെ ആരോപിക്കുക. സാധാരണക്കാരെ മുമ്പിൽ പറയാൻ എളുപ്പമല്ലോ. നൂഹ് നബി മുതൽക്ക് ഇന്ന് വരെ പ്രവാചകന്മാർ മരിച്ചുപോയവരെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന് പറയാനാ. മരിച്ചുപോയ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഒരു ശിർക്ക് സമൂഹത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും നടമാടിയിട്ടില്ല എന്നുകൂടി പഠിക്കും. അതേറെ പറയാ. നബിന്റെ കാലത്തെ മുശ്രിക്കീങ്ങളെ തെളിയിച്ചാൽ മതി നിങ്ങൾ. അതിന്റെ മുൻപ് ഒരു സമുദായത്തിലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ശിർക്ക് നടമാടിയിട്ടില്ല. മധ്യസ്ഥന്മാരോട് കാര്യം പറയുകയും തവസ്സുൽ ചെയ്യുകയും ചെയ്യുന്നത് ക്രിസ്ത്യാനികളിലുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്ത്യാനികൾ കാഫിറാണെന്ന് പറയുന്ന എവിടെയെങ്കിലും അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയത് കൊണ്ട് കാഫിറാണ് എന്ന് ഖുർആൻ പറയുന്നില്ല. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ, അല്ലാഹു ത്രിയേകത്വത്തിന്റെ ഭാഗമാകുന്നു എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികൾ കാഫിറായി. ലഖദ് കഫറല്ലദീന ഖാലൂ ഇന്നമൽ മസീഹു ഇബ്നുല്ലാഹ്, മസീഹ് യേശുക്രിസ്തു ദൈവപുത്രനാണെന്ന് പറഞ്ഞതുകൊണ്ട് കാഫിറായി. ഇങ്ങനെ കാണുള്ളൂ. യേശുക്രിസ്തു അടക്കമുള്ള മഹാത്മാക്കളായിട്ടുള്ള പുണ്യവാളന്മാരെന്ന് അവർ വിശ്വസിക്കുന്നവരെ ഒക്കെ മധ്യസ്ഥരായി പ്രാർത്ഥിക്കുന്ന വഴക്കം നബി നിയോഗിക്കപ്പെടുന്ന കാലത്ത് അഹ്ലു കിതാബുകളിലുണ്ട്, ക്രിസ്ത്യാനികളിലുണ്ട്. ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? ഇസ്തഫ്തഹു വകാനൂ യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ. നബി തങ്ങളെ കൊണ്ട് നബിയുടെ ആഗമനത്തിന്റെ മുൻപ് അവർ മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നവരാണ് ക്രിസ്ത്യാനികൾ. എന്നിട്ടും അവർക്ക് വേദങ്ങളിൽ അടയാളം പറഞ്ഞറിയുന്ന മുത്തുനബി വന്നപ്പോൾ കഫറൂ ബിഹി, നബി അവർ അറിഞ്ഞതേ ഇല്ല, അവർ അവിശ്വസിച്ചു പോയി എന്ന് ഖുർആൻ പറയുന്നത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയുന്നവരുടെ മധ്യസ്ഥ പ്രാർത്ഥന ഉദ്ധരിച്ചുകൊണ്ടാണ്. അത് കുഫറാണെന്നോ ശിർക്കാണെന്നോ ഖുർആൻ പറഞ്ഞോ? അത് കുഫറാണെന്ന് ഖുർആൻ പറഞ്ഞോ? ഇല്ല. ഇതൊക്കെ പഠിക്കണം. ഈ മധ്യസ്ഥ പ്രാർത്ഥനയുടെയോ ആവലാതിപ്പെടലിന്റെയോ ഇസ്തിശ്ഫാഇന്റെയോ പേരിലാണ് ഈ സമുദായത്തിന്റെ മേൽ ശിർക്കാരോപിക്കുന്നത്. ബാക്കിയൊക്കെ ചെയ്തിയല്ലേ? നീ ക്ലിപ്പിങ് കാണിക്കുന്നതൊക്കെ ചെയ്തിയാണ്. എവിടെയോ പോയിട്ട് ഖബറിന് സുജൂദ് ചെയ്യുന്നറിയും. അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം. വല്ല വിശ്വാസികളും ഒന്ന് സുജൂദ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വല്ല വിവരദോഷിയും വന്ന് കണ്ട് സുജൂദിന്റെ ആകൃതിയിൽ അഭിവാദനമോ അഭിവന്ദനമോ ഓല ആചാരപ്രകാരം ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ തെറ്റ് തന്നെ. ആ തെറ്റായ ആചാരങ്ങളെ അങ്ങനെ പഠിപ്പിക്കുക. തെറ്റായ ആചാരമാണതെന്ന് അത് മമ്പർത്ത് കാണാനല്ലോ, നമ്മളെ കേരളത്തിൽ എവിടെയും കാണാനല്ലോ. ഇത് കേരളത്തിലെ ഉലമാക്കൾ ജാഗ്രതയോടുകൂടെ ഉണർത്തിയതിന്റെ ഫലമല്ലേ? നമ്മുടെ പ്രധാനപ്പെട്ട സിയാറത്ത് കേന്ദ്രങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾ ക്ലിപ്പിങ്ങിൽ കാണിക്കുന്ന തരത്തിലുള്ള ഖബറിങ്ങിൽ എന്തെങ്കിലും കാണിക്കുന്ന വേലകളുണ്ടോ? ഇല്ല. എന്തുണ്ടാകും? ഖബറിങ്ങൾക്ക് വല്ല പൂക്കെട്ടും കൊടുക്കുക, പൂവിന്റെ കെട്ട്. ഖബറിങ്ങൾ കൊണ്ടുപോയി വസ്ത്രം ഇടുക, ഇതൊക്കെ കാണും. ഇതൊക്കെ വസ്തുനിഷ്ഠമായി നമ്മുടെ ഫിഖ്ഹിന്റെ കിതാബുകളിൽ ഓരോന്നിന്റെയും വിധി പറഞ്ഞിട്ടുണ്ട്. സുന്നത്തായ കാര്യങ്ങൾ അതിലുണ്ട്, മുസ്തഹബായ കാര്യങ്ങൾ അതിലുണ്ട്, അക്കൂട്ടത്തിൽ അനുവദനീയമായ കാര്യങ്ങളുണ്ട്, ചിലത് കറാഹത്തായ കാര്യങ്ങളുണ്ട്, ചിലത് ഹറാമായ കാര്യങ്ങളുമുണ്ട്. അതൊക്കെ ഫുഖഹാ പറഞ്ഞതുപോലെ പറയാൻ വേണമെങ്കിൽ അതിനപ്പുറം പോയിട്ട് എന്തോ ഒരു പ്രവൃത്തി കാണുമ്പോൾ ശിർക്കാന്നാ പറയാ. ഇനി സുജൂദ് തന്നെ ചെയ്താൽ ശിർക്കാന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തവരല്ലേ അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാം? യാക്കൂബ് നബിയും തന്റെ 11 മക്കളും യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തുവെന്ന് ആരാ പറഞ്ഞത്? യൂസുഫ് സൂറത്തിൽ അല്ലാഹു വഖറൂ ലഹു സുജ്ജദാ, വഖറൂ ലഹു സുജ്ജദാ. യാക്കൂബ് നബിയും 11 മക്കളും യാക്കൂബ് നബിയുടെ ഭാര്യയും യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഈജിപ്തിൽ ചെന്നുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്ന യൂസുഫ് നബിയുടെ മുൻപിൽ സുജൂദിലായി വീണു. ഖുർആന്റെ പ്രയോഗ വഖറൂ ലഹു സുജ്ജദാ, സുജൂദ് ചെയ്തുകൊണ്ട് വീണു. അപ്പൊ വീണ് കിടക്കുന്ന സുജൂദ് തന്നെയായി ചെയ്തത്. അതാണ് അല്ലാമ ഇബ്നു കസീർ പറഞ്ഞത് സജദ ലഹു അബവാഹു വ ഇഖ്വതുഹു, മാതാവും പിതാവും അദ്ദേഹത്തിന്റെ സഹോദരങ്ങളും യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തു. വകാന ദാലിക സായിഗൻ ഫീ ശരീഅതിഹിം, അവരുടെ ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു എന്ന് മാത്രമല്ല ഇബ്നു കസീർ കൂട്ടി പറയുന്നു, മുത്ത് നബിയുടെ ശരീഅത്ത് വരെയുള്ള കഴിഞ്ഞ കാല ശരീഅത്തുകളിലൊക്കെയും അത് അനുവദനീയമായിരുന്നു. ശിർക്കാണെങ്കിൽ അനുവദനീയമാകുമോ? ഏതെങ്കിലും ഒരു സമുദായത്തിൽ ശിർക്ക് അനുവദനീയമായിട്ടുണ്ടോ?
ഏതെങ്കിലും ഒരു സമുദായത്തിൽ ശിർക്ക് അനുവദനീയമായിട്ടുണ്ടോ? എങ്കിൽ യാക്കൂബ് നബിയുടെ സുജൂദ്, ഈ സുജൂദ് ശിർക്കല്ല എന്ന് വ്യക്തല്ലേ? യാക്കൂബ് നബി തൗഹീദ് പഠിപ്പിക്കാമെന്ന പ്രവാചകരല്ലേ? യൂസുഫ് നബി അള്ളാഹുവിന്റെ മുർസലായ നബിയല്ലേ? ആ മുർസലായ നബിക്ക് സുജൂദ് ചെയ്തുകൊണ്ട് ശിർക്ക് കാണിച്ചു, ശിർക്ക് പ്രവർത്തിച്ചു എന്ന് വഹാബി പറയും പോലെ നമുക്ക് പറയാൻ പറ്റുമോ? നമുക്കറിയാം പ്രവൃത്തിയല്ല ശിർക്ക് എന്ന്. ഇത് കേൾക്കുമ്പോൾ സുജൂദ് ചെയ്താലും തെറ്റില്ല എന്നാ ഇയാൾ പറയുന്നത് എന്ന് ഇനി ക്ലിപ്പിങ് വെക്കരുത്. അങ്ങനെ ഞങ്ങൾ പറയുന്നില്ല. സുജൂദ് നമ്മുടെ ശരീഅത്തിൽ വിലക്കപ്പെട്ടു. വിലക്കപ്പെട്ടത് കൊണ്ട് നമ്മുടെ ശരീഅത്തിൽ അതനുവദനീയമല്ല, കുറ്റകരമാണ് എന്നു മാത്രമല്ല കുഫറിന്റെ അടയാളമായും പ്രവർത്തിച്ചാൽ കാഫിറാകുന്നു എന്ന് വിധി എഴുതാൻ പറ്റുന്ന കുറ്റമായും ഈ ശരീഅത്ത് അതിനെ എണ്ണിയിരിക്കുന്നു. മുസഹഫ് ചീന്തിയാൽ കാഫിറാകും പോലെ, മുസഹഫ് ചീന്തിയാൽ കാഫിറാകും പോലെ, മുസഹഫിന്റെ കഷ്ണമെടുത്തുകൊണ്ട് ഏതെങ്കിലും ഒരു വേണ്ടാത്ത സ്ഥലത്തേക്ക് ഇട്ടാൽ കാഫിറാകുന്നത് പോലെ, പള്ളിയിൽ തുപ്പിയാൽ പോലും ചിലപ്പോൾ കാഫിറാകുന്നത് പോലെ കാഫിറാകും. ഇങ്ങനെ കാഫിറാകുന്ന പ്രവൃത്തികളിൽ എണ്ണിയിട്ടുണ്ട്. ശിർക്കിൽ എണ്ണാൻ പറ്റൂല. ശിർക്ക് വിശ്വാസമാണ്, ബഹുദൈവ വിശ്വാസം. കുഫർ എന്നതാവട്ടെ രിദ്ദത്തിന്റെ ബാബിൽ വരുമ്പോൾ അത് പ്രവൃത്തി കൊണ്ടും വരും, കരുത്തുകൊണ്ടും വരും, ചൊല്ലുകൊണ്ടും വരും. അങ്ങനെയുള്ള കുഫറിൽപ്പെട്ടത് എന്ന് പറയാൻ സുജൂദിനെ പറ്റുമെന്നല്ലാതെ ശിർക്ക് എന്ന് പറയാൻ ന്യായമില്ല, വഴിയില്ല. എങ്കിൽ യാക്കൂബ് നബി ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾക്ക് ചെയ്തിയാണല്ലോ ശിർക്ക്, പ്രവൃത്തിക്കൊക്കെ നിങ്ങൾ ശിർക്ക് എന്ന് പറയൂ. എന്നാ യാക്കൂബ് നബി ശിർക്ക് ചെയ്തു എന്ന് പറഞ്ഞോ? പാടില്ല. അപ്പൊ അതാ പറയുന്നത്, ഈ പ്രവൃത്തിക്ക് ശിർക്ക് എന്ന് പറയൂല. ഖബറുമായി ബന്ധപ്പെട്ട് കാണിക്കുന്ന ക്ലിപ്പിങ്ങിൽ കാണിക്കുന്നത് ചിലത് ഹറാം, ചിലത് കറാഹത്ത്, ചിലത് സുന്നത്ത്. അത് ഫിഖ്ഹിന്റെ കിതാബുകളുടെ അടിസ്ഥാനത്തിൽ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ ചർച്ച ചെയ്യണം. ഈ വിഷയത്തെ കണ്ടുകൊണ്ട് ഈ ഉമ്മത്തിന്റെ പേരിൽ ശിർക്ക് ആരോപിക്കരുത്. ശിർക്ക് വിശ്വാസത്തിലുള്ള ഏറ്റവും മോശപ്പെട്ട പിഴച്ചതാണ്. ശിർക്ക് അല്ലാഹു തആല പൊറുക്കുകയില്ല. അതിന് താഴെയുള്ളത് അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് അല്ലാഹു പൊറുത്തു കൊടുത്തേക്കാം. ശിർക്ക് അല്ലാഹു പൊറുക്കൂല. നബിയെ, അങ്ങയിലേക്കും അങ്ങയുടെ മുമ്പുള്ള പ്രവാചകന്മാരിലേക്കും അല്ലാഹു വഹി അറിയിച്ചു, ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക്. തങ്ങൾക്ക് ശിർക്കുണ്ടായാൽ, തങ്ങൾ ശിർക്കിൽ അകപ്പെട്ടാൽ തങ്ങളുടെ അമല് പൊളിഞ്ഞു പോകും. കിട്ടോ? മുത്തുനബിയിൽ നിന്ന് ശിർക്കുണ്ടാവോ? മുൻ പ്രവാചകന്മാരിൽ നിന്ന് ശിർക്കുണ്ടാകുമോ? വഹീന് തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ നിന്ന് ശിർക്കുണ്ടാകുമോ? ഇല്ല. സാങ്കല്പികമായി പോലും അല്ലാഹു പറയാണ്, ശിർക്കുണ്ടാവാനിടയില്ലാത്ത നിങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് സാങ്കല്പികമായി ശിർക്കുണ്ടായാൽ ലയഹ്ബതന്ന അമലുക, സകല അമലുകളും പൊളിഞ്ഞു പോകും. ഈ മഹാകുറ്റമായ ശിർക്കാകുന്നു സമുദായത്തിന്റെ പേരിൽ ആരോപിക്കുന്നത്. ഇതാവട്ടെ മതം ഗുണകാംക്ഷിയാണ് എന്ന് പറഞ്ഞ പേരിൽ